5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നെഞ്ചിൽ ബോംബ്. എൻ്റെ നെഞ്ചിൽ ബോംബുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. കിറ്റക്സ് സാബു ഇവിടെ എന്ത് പറഞ്ഞാലും, ഇനി രാജീവ് എന്ത് പറഞ്ഞാലും, വ്യവസായ മന്ത്രി എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ വ്യവസായ മന്ത്രിയായ രാജീവ് എന്ത് പറഞ്ഞാലും, മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും, രാഷ്ട്രീയ ലീഡർഷിപ്പ് എന്ത് പറഞ്ഞാലും, ഇവിടെ ഒരു ശരാശരി മുതലാളിക്ക് പണം മുടക്കാൻ അത്ര ധൈര്യം പോരാ. സ്റ്റാർട്ടപ്പുകൾ കുറേ വരുന്നുണ്ട്, ലുലു മാളുകൾ കുറേ വരുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ അല്ലാതെ ഒരു വ്യവസായം നടത്താൻ, ഒരു ഫാക്ടറി നടത്താൻ ആളുകൾക്ക് ഇപ്പോഴും മുതലാളിമാർക്ക് ധൈര്യം കുറവാണ്. ആന്തൂറിലെ ഒരു വ്യാപാരി ഒരു വ്യവസായം ചെയ്യാൻ പോയ ഒരാൾ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു വ്യാപാരി നമ്മുടെ വ്യവസായത്തിന് വന്നാൽ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വീഗാർഡിൻ്റെ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി, അങ്ങനെ നിങ്ങൾ ആരെ എടുത്തോളൂ, ഇവിടെ കൃത്യമായി വ്യവസായം തുടങ്ങിയിട്ടുള്ള ആരെങ്കിലും സമാധാനത്തോടു കൂടി വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകിൽ തൊഴിൽ പ്രശ്നം, അല്ലെങ്കിൽ പിരിവിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദം, അല്ലെങ്കിൽ തൊഴിലാളികളുടെ സമരം, എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും. അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാൻ 70കളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ വന്നത്. എത്രയോ ആളുകളാണ് ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ തുറന്നത്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങൾ തുറന്നു. കൊപ്രയാട്ട് മില്ല് മുതൽ ചെറിയ ചെറിയ സംവിധാനങ്ങൾ മുതൽ വൻകിട ഫാക്ടറികളിൽ തുടങ്ങാൻ ഒരുപാട് ആളുകൾ ഗ്രാമങ്ങളിലൊക്കെ ശ്രമിച്ചു. മിക്കവാറും എല്ലാം പൂട്ടിയത് ഒന്നുകിൽ ബോണസിൻ്റെ പ്രശ്നം, തൊഴിൽ സമരത്തിൻ്റെ പ്രശ്നം. എനിക്കറിയാം, ഞാൻ നേരിട്ട് അനുഭവമുള്ള 2-3 കുഞ്ഞു ഫാക്ടറികളെ കുഞ്ഞു ഫാക്ടറി എന്ന് വലിയ ഫാക്ടറി അല്ല, ഒന്ന് കൊപ്ര ഫാക്ടറിയാണ്. ധാരാളം തേങ്ങ എടുക്കുകയും എണ്ണയായും പിണ്ണാക്കൊക്കെ ആക്കി കൊടുക്കുന്ന ഒരു ഫാക്ടറി, ഒരു ചെറിയ സംരംഭം, ചെറുതല്ല, കുറച്ച് വലിയ സംരംഭമാണ്. അതുപോലുള്ള 1-2 എണ്ണം. അത് പൂട്ടിയത് എങ്ങനെയാണെന്നറിയാവോ? അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് പിരിവ് കൊടുത്തില്ല. അദ്ദേഹം തൊഴിലാളികളെ ഇളക്കി വിട്ട് വലിയ ബഹളം ഉണ്ടാക്കി. പിരിവ് എന്ന് പറഞ്ഞാൽ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കും, എന്ത് കാര്യം വന്നാലും പിരിവ് കൊടുക്കണം. ചെട്ടിയാർക്ക് അതിന് സമയമില്ലായിരുന്നു, ചെട്ടിയാർ കൊടുക്കത്തില്ല. ഓരോ കാര്യം അത് കൊടുക്കുന്നത് എങ്ങനെ? രാവിലെ വന്ന് ഫോണേ ഉള്ളൂ, മൊബൈലില്ല. ഫോൺ ചെയ്ത് പറഞ്ഞാൽ ആള് വന്ന് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ കൊടുക്കണം, വരും അപ്പം കൊടുത്തോണം. അപ്പം ചെട്ടിയാർ ഇങ്ങനെ കൊടുക്കില്ല, പറഞ്ഞ് ചെട്ടിയാർ കുറച്ചേ കൊടുക്കുള്ളൂ, പിന്നെ പല രൂപത്തിലൊക്കെ കൊടുക്കത്തുള്ളൂ. അപ്പം അതിലുള്ള ദേഷ്യം വന്നിട്ട് ഇല്ലായ്മ ചെയ്തു, ആ സ്ഥാപനത്തെ തന്നെ തകർത്ത് കളഞ്ഞു. അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ. ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞപ്പോൾ മണ്ഡല സെക്രട്ടറി ഉണ്ട്, അതിനകത്ത് ബൂത്ത് സെക്രട്ടറി ഉണ്ട്, എല്ലാ പാർട്ടിയിലുള്ളവരും ഉണ്ട്. ചിലർ കുറച്ച് കടുപ്പിച്ച് ചെയ്യും, ചിലർ അത്രയും കടുപ്പിക്കാതെ ചെയ്യും. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി മുതൽ എല്ലാവരും, പിരിവിൻ്റെ ആളുകൾ പല തരത്തിലാണ്. കാരണം നമുക്ക് ഒരാൾ ഒരു ദിവസം ഒരു ലോൺ എടുത്തിട്ടായാലും എങ്ങനെയായാലും ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കി, ഒരു കാറും വാങ്ങി, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഹോണും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അയാൾ ബൂർഷയാണ്, അല്ലെങ്കിൽ പെറ്റി ബൂർഷയാണ്, അല്ലെങ്കിൽ മുതലാളിയാണ്. എന്തൊരു സങ്കടമാണ്. എന്തിനാണ് കിറ്റക്സ് സാബുവുമായിട്ട് ഇങ്ങനെ കിടന്ന് യുദ്ധം നടത്തുന്നത്? അദ്ദേഹം അവിടെ 2020 പാർട്ടി ഉണ്ടാക്കി, അത് അദ്ദേഹത്തിൻ്റെ CSR പ്രോജക്റ്റാണ്, അത് അദ്ദേഹം ചെയ്യട്ടെ. ഇവിടെ ജനാധിപത്യത്തിൽ പാർട്ടി ഉണ്ടാക്കാൻ ആർക്കും അവകാശമില്ലേ? എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. അത് 2020 ചെയ്യുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എന്തൊക്കെ തരത്തിലാണ് പീഡിപ്പിക്കുന്നത്, എത്ര പീഡനമാണ്. ഇവിടെ പീഡനം ഇല്ല എന്ന് പറയേണ്ടത് മന്ത്രിയല്ല, വ്യവസായിയാണ് പറയണ പീഡനം ഉണ്ടോ ഇല്ല എന്ന് പറയേണ്ടത്, അനുഭവസ്ഥരാണ് പറയേണ്ടത്. അപ്പോൾ സാബു ഇങ്ങനെ ഇപ്പം ആന്ധ്രയിൽ നിന്ന് കൊണ്ടുപോകണം എന്ന് പറയുന്നു. ആന്ധ്രയുടെ മന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രി വന്നിട്ട് ഇത് ചിലപ്പോൾ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്, മൊത്തം പറിച്ചു നടാനുള്ള സാധ്യതയാണ് കാണുന്നത്. കേരളത്തിൽ വലിയ വ്യവസായം ചെയ്യുന്ന പറയുന്ന മുതലാളിമാരെന്ന് പറയുന്ന പലർക്കും ഫാക്ടറികൾ ഉള്ളത്, ഔട്ട്ലെറ്റുകൾ ഉള്ളത് കോയമ്പത്തൂരിലും കേരളത്തിന് പുറത്തുമാണ്. ഇതെന്തുകൊണ്ട് കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ചർച്ച നടത്തുന്നതിന് പകരം സാബുവുമായി കൊമ്പ് കോർത്ത് ഈഗോയും കോംപ്ലക്സും. മന്ത്രി രാജീവിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഒരുപാട് കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ഈഗോ കൊണ്ട് നടക്കുന്ന ആളാണ്. താങ്കൾ നമ്മൾ അമ്പലനഗർ എന്ന് പറയുന്ന എറണാകുളത്തുള്ള കളമശ്ശേരിക്കരത്തിലുള്ള അമ്പലനഗറിൽ ഒരു സമരമുണ്ട്, താങ്കൾ തന്നെ ഉദ്ഘാടനം ചെയ്തതും താങ്കൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ പലപ്പോഴും അതിനകത്ത് ഇടപെട്ടിട്ടുള്ള ആളാണ്. പക്ഷെ അവസാനം താങ്കൾ മന്ത്രിയായപ്പോൾ ഒരു തള്ളി. അത് വളരെ വേദനാജനകമായ ഒരു വർത്തമാനമായിരുന്നു. അപ്പോൾ താങ്കൾക്ക് അതിൻ്റെ ഈഗോയുടെ ആവശ്യമില്ല. കാരണം മന്ത്രിമാർ, അതുപോലെ MLA മാർ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ, അവർ ജനസേവകരാണ്. അവരങ്ങനെ ഈഗോയും കോംപ്ലക്സും കൊണ്ട് നടന്ന് ഒരു മുതലാളി എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ അതിന് അതേ അർത്ഥത്തിൽ മറുപടി പറഞ്ഞ്, അതേ നാണയത്തിൽ മറുപടി പറഞ്ഞ് കയ്യടി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഇഗ്നോർ ചെയ്യുക. നൂറുകണക്കിന് ആളുകൾ പലയിടത്തു നിന്ന് പല കമൻറ്റുകളും പറയും. 1 to 1 പറയലല്ലോ മന്ത്രിയുടെ ജോലി. നിങ്ങൾക്ക് വേറെ വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ ഈ സംസ്ഥാനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി? അതിനല്ലേ മാൻഡേറ്റ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കിറ്റക്സ് സാബുമാർ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ വേറെ ന്യായങ്ങളാണ്. ആന്ധ്രയെ ആക്ഷേപിച്ചുകൊണ്ട് പറയുക അവിടെ തൊഴിൽ ചൂഷണം നടത്താൻ പറ്റും, അവിടെ തൊഴിലാളികൾക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി, അവിടെ സ്ത്രീകളെ പീഡിപ്പിക്കാൻ പറ്റും, അങ്ങനെ കുറേ ന്യായം പറഞ്ഞ് ആ സ്റ്റേറ്റിനെ തള്ളിപ്പറയുക. ഇതൊന്നും ശരിയല്ല. ഇവിടെ വ്യവസായം നടത്താൻ നിങ്ങൾ ഇനിയെങ്കിലും വ്യവസായം നടത്താനുള്ള സംവിധാനങ്ങൾ ആലോചിക്കൂ. ഒരാൾ വ്യവസായം നടത്തണമെങ്കിൽ ഒരു മൊബൈൽ ആപ്പിൽ കയറുവാനുള്ള മൊബൈൽ ആപ്പ് ഉണ്ടാക്കൂ.
അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കൂ, അതിനെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാക്കൂ. അതിലേക്ക് ഞാനിപ്പോൾ ഒരു വ്യവസായം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ 24 മണിക്കൂറിനകം എൻ്റെ വീട്ടിൽ ബിസിനസ് എക്സിക്യൂട്ടീവ് വരണം. അത് നിങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ ജില്ലാ അടിസ്ഥാനത്തിലോ വെച്ചോളൂ. അവർ വരികയും എനിക്ക് ആവശ്യം എല്ലാ സഹായവും ചെയ്തു തരണം. ഞാൻ ഓരോ ഓഫീസിൽ കയറി ഇറങ്ങി, വില്ലേജ് ഓഫീസിൽ കയറി, പഞ്ചായത്ത് ഓഫീസിൽ കയറി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ കയറി, പിന്നെ ക്ലൈമറ്റ് മറ്റേ നമ്മുടെ മറ്റ് ലൈസൻസുകൾ കിട്ടാൻ വേണ്ടി CRZ അങ്ങനെ കുറേ ഓഫീസുകളെല്ലാം കയറി ഇറങ്ങി, ലോൺ എടുക്കാൻ ബാങ്കിൽ കയറി, അവസാനം ഇത് തുടങ്ങുമ്പോൾ ഞാൻ തളർന്നു പോകും. ഒരു വ്യവസായി തളർന്നു പോകും. അപ്പോൾ വ്യവസായം പഠിക്കാൻ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരാളിന് വ്യവസായം തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഉദാഹരണം വെച്ച് പറയാം, താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മിസ് കാൾ അടിച്ചാൽ എന്നെ വന്ന് ബിസിനസ് എക്സിക്യൂട്ടീവ് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഏതെങ്കിലും പരിശീലനത്തിന് കൊണ്ടുപോകണം. പരിശീലനത്തിന് കൊണ്ടുപോയി ഏത് വ്യവസായമാണ് എനിക്കിഷ്ടം, ഏത് വ്യവസായം ചെയ്താലാണ് ഞാൻ ക്ലച്ച് പിടിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല പരിശീലനം തരണം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം, ഞാൻ ചിലപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചുകൊണ്ടായിരിക്കും പരിശീലനത്തിന് പോകുന്നത്, പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ മറ്റൊരു കാര്യമായിരിക്കും, മറ്റൊരു വ്യവസായമാണ്, മറ്റൊരു സ്റ്റാർട്ടപ്പാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയാൽ അതിനാവശ്യമായ എല്ലാ സഹായവും എനിക്കൊരു മാനസിക സംഘർഷം ഇല്ലാതെ ചെയ്തു തരാൻ ഗവൺമെന്റിന് കഴിയണം. അപ്പോഴാണ് സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുക. ഇതല്ലാതെ ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യ ചോദിക്കും, മക്കൾ ചോദിക്കും, അച്ഛന് വേറെ ജോലിയില്ലേ, ചേട്ടന് വേറെ ജോലിയില്ലേ, എന്തിനാണ് യവന്മാരെയൊക്കെ കാല് പോയി പിടിക്കുന്നത്, ഇത്രയും രൂപ NRI ആയിട്ടും പല രൂപത്തിലും ഇത്രയും കാശ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് പിയൂണ് മുതൽ നിങ്ങൾ പിടിക്കണം, പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സെക്രട്ടറി മുതൽ പിയൂണ് മുതൽ ഓരോരുത്തരെയും നിങ്ങൾ കാണണം, നിങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോകണം, നിങ്ങൾ നേരം വെളുത്ത് എന്തെല്ലാം ലൈസൻസ് ഉണ്ടാക്കണം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാന്തനെ പോലെ നടക്കുന്നത്, ഇതൊക്കെ വച്ച് ഇതാക്കി കൂടെ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മാറരുത്. തീർച്ചയായിട്ടും വ്യവസായികളെ ആകർഷിക്കേണ്ടത് നല്ല പാക്കേജുകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമ്മൾ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് ചിന്തിക്കാം, വ്യവസായമൊക്കെ സർക്കാർ നടത്താം, അത് നല്ലതാണ്. സർക്കാരിന് പറ്റുമെങ്കിൽ എല്ലാ വ്യവസായവും സർക്കാർ നടത്തുക. സ്വകാര്യ വ്യക്തികൾക്ക് പണം കൊടുത്ത് വ്യവസായം നടത്താനുള്ള പ്രോത്സാഹനം കൊടുക്കലാണ് സർക്കാരിൻ്റെ നയമെങ്കിൽ, നയം ഏത് വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രാജീവും മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചോളൂ ഏത് നയം വേണമെന്ന്. പക്ഷെ നയം തീരുമാനിച്ചു കഴിഞ്ഞാൽ മുതലാളിമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇത് ചെയ്യുവാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുക്കണം. തൊഴിൽ നിയമങ്ങളൊക്കെ നമുക്ക് പാലിപ്പിക്കാം, അതൊക്കെ ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട്. പക്ഷേ മറ്റ് തെറ്റുകൾ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നത് ഒരു സാഹചര്യത്തിലും അനുവദിക്കാൻ കഴിയുന്നതല്ല.